ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കാലി ലിനക്സിൻ്റെ ബേസിക് കമാൻഡ്സ് ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് CLI ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ കമാൻഡ്സൊക്കെ അറിഞ്ഞു വയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ടെർമിനൽ ഓപ്പൺ ആക്കുക. ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് PWD എന്ന് ടൈപ്പ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ പ്രിൻറ്റ് വർക്കിംഗ് ഡയറക്ടറി. ഇപ്പോൾ നമ്മൾ എവിടെയാണെന്ന് അറിയണമെങ്കിൽ PWD എന്ന് ടൈപ്പ് ചെയ്യണം. കണ്ടില്ലേ? ഇപ്പോൾ ഹോമിലാണ്. ഇനി അടുത്ത കമാൻഡ് ലിസ്റ്റ് LS. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തൊരു ഡയറക്ടറിയിലേക്ക് കയറണം. അപ്പോൾ അതിനുവേണ്ടി CD ചേഞ്ച് ഡയറക്ടറി സ്പേസ് ഡെസ്ക്ടോപ്പ്. ഇപ്പോൾ വേണ്ട, ഇപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ അതാണ് നിൽക്കുന്നത്. ഇതിൽ LS എന്ന് അടിച്ച് നോക്കാം, ഒന്നുമില്ല. അടുത്ത കമാൻഡ് ഇപ്പം ബാക്ക് അടിക്കണം. അപ്പോൾ ഇനി ബാക്ക് അടിക്കണമെന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴും ഡെസ്ക്ടോപ്പിനകത്ത് തന്നെ ഇരിക്കണം. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ബാക്ക് അടിച്ച് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട്. ഇപ്പോൾ എക്സിറ്റ് അടിച്ചാൽ മൊത്തത്തിൽ പോകും. നമ്മൾ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് CD സ്പേസ് ഇട്ടിട്ട് 2 ഡോട്ട് ഇതടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോകും. നേരത്തെ നിന്ന് ഹോമിലോട്ട് തന്നെ പോകും. കണ്ടില്ലേ? ഇനിയിപ്പോൾ PWD ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഹോമിലുണ്ട്. ഇനി LS അടിക്കുക. നമുക്കൊരു ഫോൾഡർ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടത് മേക്ക് ഡയറക്ടറി എന്നാണ് കമാൻഡ്. MKDIR. ഇപ്പം ഞാൻ കാലി എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത് ഇവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ? കാലി. ഇനി LS അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലും കാണാൻ പറ്റും. കണ്ടില്ലേ? ഇനിയിപ്പോൾ കാലി നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് റിമൂവ് ഡയറക്ടറി ഉണ്ട്. RMDIR കാലി അടിച്ചു കൊടുത്താൽ മതി. ഇതടിച്ചു കൊടുത്താൽ ഇതിൻ്റെ റിമൂവ് ആവും. വേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ പാസ്റ്റ് TST എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കണത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം പേര്. എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഒരു വേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ? നമ്മൾ ഉണ്ടാക്കിയേക്കണം. ഇപ്പം ഉണ്ടാക്കിയ ഇതാ. ഇനി ഇത് എങ്ങനെ റീഡ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി cat path.txt എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇതിൽ ഒന്നും കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും എഴുതണമെന്ന് വെച്ചു. അതിനുവേണ്ടി ക്യാറ്റ് ഒരു സ്പേസ് ഇടുക. എന്നിട്ട് ഈ ചിഹ്നം അടിക്കുക. പിന്നെ നമ്മുടെ വേർഡ്സിൻ്റെ പേര് സ്പേസ് ഇടുക. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് എന്തെങ്കിലും എഴുതാം. എക്സാമ്പിൾ നമ്മളിപ്പോൾ കുറച്ച് പാസ്വേഡാണ് എഴുതാമെന്ന് വെച്ചു.
ഇനിയിപ്പോൾ ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ Ctrl+C അടിക്കുക. ഇപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്നുകൂടി വായിച്ചു നോക്കാം നമുക്ക്. Space. ഇത് കണ്ടില്ലേ, നമ്മൾ എഴുതിയേക്കുന്നതൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഇത് സേവ് ആയിട്ടുണ്ട്. നമുക്കിത് ഇതിലും കൂടി ഒന്ന് നോക്കാം. ദേ, ഇത് കണ്ടോ, നമുക്ക് ഇതിൽ ഇങ്ങനെ എഴുതാം. ഉം, കണ്ടില്ലേ. ഇതിൽ ഞാൻ വായിച്ചു നോക്കാം. ഇനി അടുത്തത് ഇതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യണമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി നേരത്തെ നമ്മൾ റിമൂവ് ഡയറക്ടറി എന്ന് അടിച്ച പോലെ തന്നെ ഇതും അതേപോലെ തന്നെ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടി RM, പിന്നെ നമ്മുടെ വേർഡ് ലിസ്റ്റിൻ്റെ പേര്. ഇനിയിപ്പോൾ LS അടിച്ച് നോക്കാം. കണ്ടില്ലേ, ഇവിടെ ഈ പാസ് TXT എന്ന് പറഞ്ഞിട്ടുള്ള ഇതില്ല, വേർഡ് ലിസ്റ്റ് ഇല്ല. ഇങ്ങനെയാണ് നമ്മൾ വേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതും ഇപ്പോൾ എന്താണ് റിമൂവ് ചെയ്യേണ്ടതും. ഇതുവരെ പഠിച്ചില്ലേ. ഇനി ക്ലിയർ ചെയ്യാം. ഇനിയിപ്പോൾ എന്താണ് രണ്ട് ഡയറക്ടറി, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ രണ്ട് കമാൻഡ് ഒരുമിച്ച് റൺ ചെയ്യാൻ പോകണം. അതിനുവേണ്ടി ഇത് നമുക്കിപ്പോൾ ഒരുമിച്ച് റൺ ചെയ്യണമെന്ന് വെച്ചു. അതിനുവേണ്ടി നമ്മളിപ്പോൾ സ്പേസ് ഇടുക. ഇനി ഈ ഒരു ചിഹ്നം കണ്ട ഇത് എടുക്കുക, പിന്നെ LS. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ PWDയുടെ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്നും പിന്നെ അതേപോലെ തന്നെ LSഉം ലിസ്റ്റും രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം അടിച്ചത് ഇതും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഇനി CD ചേഞ്ച് ഡയറക്ടറി നമുക്ക് ഡെസ്ക്ടോപ്പിൽ കയറാം. എന്നിട്ട് ഡെസ്ക്ടോപ്പിൻ്റെ അകത്തുള്ളത് ലിസ്റ്റ് ചെയ്യാം. ഇനി രണ്ട് ആൻറ്റിൻ്റെ ചിഹ്നം, എന്നിട്ട് LS. കണ്ടോ, ഇപ്പോൾ രണ്ടും വന്നിട്ടുണ്ട്. ആദ്യം അടിച്ചത് എന്താണ് ഡെസ്ക്ടോപ്പും വന്ന്, പിന്നെ ലിസ്റ്റ് ചെയ്യാനകത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് വരാത്തത്. ഇപ്പോൾ വന്നില്ലേ. ഇനി ബാക്ക് അടിക്കാം. ഇനി നമുക്ക് LSഉം ഡെസ്ക്ടോപ്പും ചെയ്യാം. LS അടിക്കുക, ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ
കണ്ടില്ലേ, ഫസ്റ്റ് ഇത് വന്നു, പിന്നെ അത് വന്നു. എന്തായാലും ഇത്രയും പഠിച്ചു തന്നെയായിരിക്കും ഞാൻ അടുത്ത പാർട്ടി വേഗം വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.